الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സന്ദർഭങ്ങളിലും ശരിയായ വിധം സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പാലിച്ചും തഖ്വയോടെ മുത്തഖികളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ ഗുണങ്ങളിൽ, ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങളിൽ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച. അതിൻ്റെ ഒരു ഭാഗം അല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരു മനുഷ്യനെ, ഒരാത്മാവിനെ വധിക്കാത്തവരാണ്. വലാ യസ്നൂൻ, വ്യഭിചാരം ചെയ്യാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആ കാര്യമൊക്കെ ചെയ്താൽ അതിൻ്റെ കുറ്റം അവൻ കാണുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതായത് വ്യഭിചാരം എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാണും പെണ്ണും അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് ആട്ടാണെങ്കിൽ അവർക്ക് എങ്ങനെയും ജീവിക്കാം. നിയമങ്ങളോ ധർമ്മമോ സദാചാരമോ അങ്ങനെയുള്ള സംഗതികളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അതൊക്കെ ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നവർ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്നത്, നമ്മുടെ മക്കൾ പെട്ടുപോകുന്നതിനെ കുറിച്ച് കരുതിയിരിക്കണം എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. കാരണം അവർ നമ്മളെ കുട്ടികളെ തട്ടിയെടുക്കും. കുട്ടികളെ പിടുത്തക്കാരെന്ന് പറയില്ല, കുട്ടികളെ പിടുത്തക്കാരായിട്ട് അവർ ഈ കോളേജിലും ക്യാമ്പസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അവർ മെല്ലെ നമ്മളെ മക്കളെ തട്ടിയെടുത്തുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കരുതിയിരിക്കണമെന്ന് അതിൻ്റെ ഒരു ഭാഗത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം തെറ്റാണ്, അത് പാടില്ല, അവിഹിത ബന്ധങ്ങളൊക്കെ കുറ്റകരമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന
കുറേ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ. അല്ലാഹു തആല ഖുർആനിൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? വ്യഭിചാരത്തോട് അടുക്കരുത്, വ്യഭിചാരത്തോട് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് മ്ലേച്ഛമാണ്, വൃത്തികെട്ടതാണ്. വസാഅ സബീല, മോശം വഴിയുമാണ്. മോശപ്പെട്ട വഴിയും വൃത്തികെട്ടതും മ്ലേച്ഛവുമാണ് വ്യഭിചാരം. അതിനോട് അടുക്കുക പോലും ചെയ്യരുത്. വ്യഭിചരിക്കരുത് എന്നല്ല, അടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവിഹിത ബന്ധം, ശാരീരിക ബന്ധം സംഭവിക്കുക എന്ന് പറയുന്നത് ആ ഒരു വഴിയിലേക്കുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവസാനം സംഭവിക്കുന്നത്. അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ അതിലേക്ക് വഴി നടത്തും. അപ്പം അങ്ങനെ വഴി നടന്ന് പോയിട്ട് അവസാനം വീഴുന്നതാണ്. അപ്പം ആ വഴിയിലേക്ക് തന്നെ കയറാതിരിക്കുക, ആ വഴിയിൽ തന്നെ പ്രവേശിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ഗൗരവം കാണിക്കുക, അതാണ് ജാഗ്രത പുലർത്തുക. അതാണ് വലാ തഖ്റബുസ്സിന എന്ന് പറയാം, വ്യഭിചാരത്തോടടുക്കുക. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഹദീസിലൊക്കെ കാണാം, ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് ഒറ്റയ്ക്കാവാൻ പാടില്ല. അന്യ സ്ത്രീയും പുരുഷനും, അതായത് മഹറം അല്ലാത്ത, വിവാഹബന്ധം നിഷിദ്ധമായ സഹോദരി സഹോദരന്മാർ, അങ്ങനെയൊക്കെയല്ലേ, വിവാഹബന്ധം നിഷിദ്ധമായവരല്ലാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് ഒറ്റയ്ക്കാവരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് കരുതലാണ്. കാരണം അവിടെ മൂന്നാമൻ പിശാചായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആളുകൾ പിന്നെ ഒരു ആണും പെണ്ണാണ് ഒറ്റക്കായ പിന്നെ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ഒരു ജാഗ്രതയുള്ള ആൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കരുതലുള്ളവൻ മേയ്ക്കുമ്പോൾ അതിർത്തിയിൽ കൊണ്ടുപോയി മേയ്ക്കാതിരിക്കുന്നു. ഇന്നൽ ഹലാല ബയ്യിനുൻ ഹറാമു ബയ്യിനുൻ ഓ ബൈനഹുമാ മുത്തശാബിഹാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹദീസില്ലേ. ഹറാം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, ഹലാലും വ്യക്തമാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് അവ്യക്തതകളുള്ള ഏരിയകളുണ്ടാവും. ആ ഏരിയകളിൽ പോലും ജാഗ്രത പാലിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു, കാലികളെ മേയ്ക്കുന്നവൻ, അവൻ മേച്ച് അവൻ്റെ ആ മേയാനുള്ള അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളുടെ അത് വിളവായിരിക്കും. ആ വിളവിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ നോക്കും. കാരണം വിളവിലിങ്ങനെ അതിർത്തി വരെ എൻ്റേതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേഞ്ഞാൽ ഒരു പക്ഷേ കാലി അപ്പുറത്തേക്ക് തല നീട്ടിയിട്ട് അന്യൻ്റെ വിള കടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് മേയ്ക്കുന്നവൻ അതിർത്തിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോൾ നമുക്കതിൽ നിന്ന് നല്ല ഒരു പാഠമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവാതിരിക്കുക ഒരിടത്ത് എന്നത്. ഇപ്പം യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ പോലും സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു അന്യ പുരുഷൻ്റെ കൂടെ യാത്ര ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു കരുതലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹ്റമിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പാടും എന്ന് പറഞ്ഞു. അതായത് വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ഒരാളുടെ കൂടെയേ ഒരു സ്ത്രീ ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ പോകാൻ പാടില്ല. അന്യൊരു പുരുഷനും സ്ത്രീയും അങ്ങനെ യാത്ര പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെയൊക്കെ ഉണ്ട് വലാ തഖ്റബുസ്സിന എന്ന് പറഞ്ഞത്, വിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ. എല്ലാവരും അങ്ങനെ ആയിക്കോളൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാണും പെണ്ണും ഒറ്റക്കാവുമ്പോഴേക്കും അങ്ങോട്ട് വിചാരം നടക്കും. നിങ്ങൾ എന്തായി പറയണം, സംഭവിക്കും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ആ സാധ്യതകളെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. കാരണം മനുഷ്യൻ അവൻ്റെ സദാചാരം, അവൻ്റെ ധർമ്മം, ധാർമ്മികത, മൂല്യങ്ങൾ അതൊക്കെ മുറുകെ പിടിക്കാൻ ഇപ്പോഴും കരുതിയാൽ മാത്രമേ അവൻ അങ്ങനെ സാധ്യമാവൂ. വേറെ പല സംഗതികളുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തുണ്ടായിട്ടുള്ളപ്പോൾ നമ്മൾ ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത്, ഒരു അന്യ സ്ത്രീയും പുരുഷനും അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. ഇത് യഥാർത്ഥത്തിൽ ഈ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിൻ്റെ വേറൊരു രൂപമാണ്. അവിടെയുണ്ട് ഈ പ്രശ്നം. അതുപോലെ വേറെ ചില സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു ട്രെൻഡ്, പുതിയ കാലത്ത് നമ്മൾ യൂറോപ്പിൻ്റെയും പാശ്ചാത്യരുടെയും ഒക്കെ സംസ്കാരം കുറേ കടമെടുത്തിട്ട് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഇപ്പോൾ കല്യാണം തീരുമാനിച്ച് നടത്തണോ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അവർ വിവാഹിതരാകാൻ അവർക്ക് മാനസികമായും മറ്റും അവർ ചേരുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ചാലും കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, ഡേറ്റിംഗ് എന്നൊക്കെ പറയും. ഇങ്ങനൊരു പരിപാടി പണ്ട് കാലത്തൊക്കെ ഉണ്ട്. എന്നിട്ട് കുറേ കാലം ജീവിച്ചു, എന്നിട്ട് ഓളെയും വിട്ടു, പിന്നെ വേറൊരാളെ കൂടെ കുറേ ജീവിച്ചു. ഇതെന്ത് സംസ്കാരമാണത്? പക്ഷേ ഇതിപ്പോൾ ഞാൻ പലരും പറഞ്ഞു കേട്ടു, നമ്മുടെ നാട്ടിലും ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഡേറ്റിംഗ്, അവൾ കല്യാണത്തിന് ഇപ്പോൾ ഡേറ്റിങ്ങിലാണ്. എന്ന് വെച്ചാൽ ഒരു പെണ്ണുമായിട്ടോ അങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആണുമായിട്ട് അവളിങ്ങനെ നടക്കുകയാണ്, അവരിങ്ങനെ കറങ്ങി നടക്കുക. എന്താ വെച്ചാൽ അത് അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്നാ. എന്നിട്ട് പിന്നെ പറ്റുകയാണെങ്കിൽ കല്യാണം, ഇല്ലെങ്കിൽ അങ്ങനെ. ഇത് നോക്കൂ നിങ്ങൾ, ഇതെന്ത് സംസ്കാരമാണ്? ഇവിടെയും യഥാർത്ഥത്തിൽ വ്യഭിചാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കുള്ള
യാത്രയാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കണം. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം നിശ്ചയിക്കും, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാട്ടോ, കല്യാണം നമ്മൾ നിശ്ചയിക്കും, പലപ്പോഴും ഉണ്ട് നിശ്ചയം കഴിഞ്ഞു എന്ന് പറയും. ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയെ നിശ്ചയിച്ചിട്ടും അടുത്ത കൊല്ലാണ് കല്യാണം എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, നിശ്ചയിച്ചിട്ട് കല്യാണം അടുത്ത കൊല്ലം നടത്തിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവർ പിന്നെ വധൂവരന്മാരെ പോലെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരെ പോലെയാണ് ഇവരുടെ ബന്ധങ്ങൾ. ഫോണിൽ രാത്രി മുഴുവൻ ഇവർ സംസാരിച്ചു, പകലും സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ ഒന്നിച്ച് യാത്ര പോകും, ഒന്നിച്ച് ടൂർ പോകും. എന്താ ഇവർ വധൂവരന്മാരാണോ? നിയമപരമായി ഇവർ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയും ഭർത്താവാണോ? അല്ല, ഇവർ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. നിശ്ചയിച്ചു കഴിഞ്ഞാൽ കല്യാണം നിക്കാഹ് നടക്കുന്നതിൻ്റെ മുമ്പ് ഒരു സ്ത്രീയും പുരുഷനും നിശ്ചയിച്ചു എന്നതുകൊണ്ട് അവർ ഇതിന് ഒരു നിയമപരമായ അടിസ്ഥാനമല്ല. അവർ അന്യ സ്ത്രീയും പുരുഷനും തന്നെയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു അന്യ സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നത് പോലെയാണ്. അവരൊന്നിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു അന്യ സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കരുതലുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, നിശ്ചയിച്ച് ഉടനെ നിക്കാഹ് നടത്തിയിട്ട് കല്യാണം ഇപ്പോൾ കൊണ്ടുവരാൻ കുറച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നടത്താൻ കുറച്ച് പ്രശ്നമുണ്ട്, അവൻ പഠിക്കുകയാണ് അവൾ പഠിക്കുകയാണ്, തീർന്നിട്ടില്ല, അല്ലെങ്കിൽ വീടിൻ്റെ കുറച്ച് പണിയുണ്ട്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ നിക്കാഹ് നടത്തിയിട്ടും അല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ? അവർ നിശ്ചയിച്ചതല്ലേ എന്നും കല്യാണം നിശ്ചയിച്ചതാണെന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടും കറങ്ങിക്കൊണ്ടൊക്കെ നടക്കും. അത് തെറ്റല്ലേ ഉസ്താദെ? തെറ്റാണ്, അത് തെറ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിക്കാഹ് നടത്തിയിടുക, എന്നാൽ പിന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകാമല്ലോ. അപ്പം ഇങ്ങനെ കരുതുന്നവരുണ്ട്, ഇങ്ങനെ കരുതാത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ഈ അബദ്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞ്. വലാ തഖ്റബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത്. ഒരു സ്ത്രീയും പുരുഷനും അനാവശ്യമായിട്ട് സംസാരിക്കുക, നോക്കുക, കാണുക, അല്ലേ? ഇത് ഉണ്ടാവാൻ പാടില്ല എന്നാ. ഒരു നോട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്ന് അറിയാം? നോട്ടം, നിങ്ങൾ മുന്നോട്ട് നടന്നു പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് നടന്നു, ഒരു സ്ത്രീയാണ് വരുന്നത്, ഇവിടുന്ന് ഒരു പുരുഷനാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കി, അതൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നിങ്ങൾ തല താഴ്ത്തി. അതൊരു പുരുഷനാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, സ്ത്രീ തല താഴ്ത്തി. അവർ മാന്യമായിട്ട് അവരുടെ വഴിക്ക് നടന്നുപോയി. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ നോക്കി. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രയോഗം, ഈ തുറച്ചു നോക്കാന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലേ, തുറച്ചു നോക്കിയാൽ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തുറച്ചു നോക്കലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നോട്ടം യഥാർത്ഥത്തിൽ അത് വ്യഭിചാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി മുത്തഫഖുൻ അലൈഹിയായ ഹദീസുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താന്ന് പറഞ്ഞാൽ, അൽ ഐനാനി തസ്രിയാൻ ബിസ്നാഹുമാ അന്നളർ, കണ്ണുകൾ വ്യഭിചരിക്കും. കണ്ണിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ്. അപ്പോൾ ദൃശ്യരതി എന്നൊക്കെ പറയും പുതിയ ഭാഷയിൽ, അല്ലേ? കാണുക, നോക്കുക. അപ്പം കണ്ണുകൊണ്ടും കായുകൊണ്ടും മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ഒക്കെ ഈ സംഗതി സംഭവിക്കും. ഇതിനെയൊക്കെ കരുതുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് എന്താ പറഞ്ഞത്? വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പുരുഷന്മാരോട് പറയുക, ആണുങ്ങളോട് പറഞ്ഞേക്കുക, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. കാണാൻ പാടില്ലാത്തത് കാണാതെ, നോക്കാൻ പാടില്ലാത്തയിടത്തേക്ക് നോക്കാതെ അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യഭാഗം അവർ സൂക്ഷിക്കട്ടെ. അതായത് ലൈംഗിക സദാചാരം, ധാർമ്മികത കാത്തു സൂക്ഷിക്കട്ടെ എന്ന്. പുരുഷന്മാരോട് മാത്രമല്ല, സാധാരണഗതിയിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കുന്നതിനെ കുറിച്ചേ പറയാറുള്ളൂ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കുന്നതിനെ കുറിച്ച് അങ്ങനെ പറയില്ല. പക്ഷെ തുല്യ അളവിൽ ഖുർആൻ പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. സ്ത്രീകളോടും പറഞ്ഞേക്കുക, അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യഭാഗം അവർ സൂക്ഷിക്കട്ടെ, അവരും സദാചാരവും ധാർമ്മികതയും ആ മേഖലയിൽ പാലിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കും. ശാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞെടുത്ത് വേറെ പറഞ്ഞു, വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗിക ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നവർ എന്നാണ്. അപ്പോൾ അതിൽ സംഭവിക്കാവുന്ന പല അബദ്ധങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും സംസാരിച്ചിട്ടും ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, അതിർത്തിയിലേക്ക് പോയി മേയ്ക്കാൻ വിടാതെ, മേയാൻ നിൽക്കാതെ കരുതൽ കാണിക്കുന്നവരെ, കരുതലും ജാഗ്രതയും പാലിക്കുന്നവനാണ് സത്യവിശ്വാസി എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്, മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ് ഒരു ഹദീസുണ്ട്, നിങ്ങൾ 2 കാര്യം എനിക്ക് ഗ്യാരണ്ടി തന്നാൽ, 2 കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരും. മൻ യദ്മനു ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈൻ അദ്മനുഹു ലഹുൽ ജന്ന. നിങ്ങൾ 2 കാര്യം എനിക്ക് ഉറപ്പ് തരണം. ഒന്ന്, നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കുന്നു.
കാരണം വേറെ ഹദീസിലുണ്ട്, മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലെ തന്നെ 2 അവയവങ്ങളാണ്. ഒന്ന് നാവാണ്, മറ്റൊന്ന് ഗുഹ്യാവയവമാണ്. ഇത് രണ്ടുകൊണ്ടാണ് മനുഷ്യന്മാർ കൂടുതൽ നരകത്തിൽ പോകണം. ഈ ഹദീസിൽ എന്ന് പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ, നാവും നിങ്ങളുടെ ലൈംഗികാവയവും സൂക്ഷിക്കുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ, അൽമനു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം ഉറപ്പ് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുന്നതിൻ്റെ ഗൗരവത്ര കിടക്കണമെന്ന്. മനുഷ്യൻ വീണു പോകുന്നു, മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. അയാൾ വളരെ ഉഷാറാണ്, പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടെന്നൊക്കെ പറയും. ഈ ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് മനുഷ്യർക്ക് 2 ദൗർബല്യങ്ങളാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന് ഈ ലൈംഗിക മേഖലയിലുള്ള ദൗർബല്യമാണ്, മറ്റൊന്ന് സാമ്പത്തിക കാര്യത്തിലുള്ള ദൗർബല്യമാണ്. അത് വേറെ. അപ്പം ഇങ്ങനെ ഈ ദൗർബല്യം എന്നൊക്കെ പറഞ്ഞ് നല്ല സുന്ദര വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളിതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിനെ ലളിതമായിട്ട് കാണാൻ പാടില്ല. നമ്മുടെ ധർമ്മം, സദാചാര ബോധം ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കാം. താഴ്ത്തേണ്ടടുത്ത് കണ്ണ് താഴ്ത്തണം, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം, വിട്ടു നിൽക്കേണ്ടയിടത്ത് വിട്ടു നിൽക്കണം. അനിയന്ത്രിതമായ കൂടിച്ചേരലുകൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇങ്ങനെയുണ്ട്, ഇപ്പോൾ കല്യാണമാണ്, പരിപാടിയാണ്, മറ്റതാണ്, ആണും പെണ്ണും ഒന്നിച്ചങ്ങട് പരമാവധി ഒരു ശ്രദ്ധ അവിടെ പാലിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടുരുമാനും മുട്ടിയുരുമാനും, അപ്പോൾ അതൊരവസരമാക്കി എടുത്തിട്ട് അതിനു വേണ്ടി നടക്കുന്ന ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുക്കാനെന്നുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കല്യാണത്തിലാണെങ്കിലും ശരി, നമ്മുടെ മറ്റു പരിപാടികളിലാണെങ്കിലും ശരി, നമ്മുടെ യോഗങ്ങളിലാണെങ്കിലും ശരി, നമ്മുടെ സമ്മേളനങ്ങളിലാണെങ്കിലും ശരി, അതൊന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് അത്തരം സംഗതികൾ കൈകാര്യം ചെയ്യാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസരങ്ങളാണ് സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുക, നയിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കണം. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരത്തോട് അടുക്കരുത്, അത് വൃത്തികെട്ട മ്ലേച്ഛമായ മോശപ്പെട്ട വഴിയും മാർഗവുമാകുന്നു എന്ന മുന്നറിയിപ്പ്. അതുതന്നെയാണ് അല്ലാഹു തആല ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞത്. വലാ യസ്നൂൻ, അവർ വ്യഭിചാരം എന്ന ഈ ദുർവൃത്തി ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ്. അഥവാ ഇതിനെ അവഗണിച്ച് നിസ്സാരമാക്കിയിട്ട് ഈ മാർഗത്തിലൂടെ, വൃത്തികെട്ട മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കും. യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശിക്ഷ ഇരട്ടിയിട്ട് അള്ളാഹു കൊടുക്കും നരകത്തിൽ. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദ്യമായിട്ട് ആ നരകത്തിൽ. ഈ നരകത്തിൽ ഈ വ്യഭിചാരികൾക്ക് നരകത്തിലുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഹദീസുകളിലൊക്കെ അത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ നമ്മളിപ്പോൾ പറയേണ്ടതല്ല. അപ്പം ഇത്തരത്തിലുള്ള കരുതലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയും കാവലുണ്ടാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനും തഖ്വയും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ റബ്ബ് നമുക്ക് തുണ നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഒരു സഹോദരിക്ക് സുഖമില്ല നമ്മുടെ അടുത്ത പ്രദേശത്ത്, ഗുരുതരമായ അസുഖമാണ്. 38 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വലിയ ചിലവുള്ള ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഇവിടെ ജുമയ്ക്ക് ശേഷം നമസ്കാരത്തിന് ശേഷം പറയും അത്. അപ്പോൾ ആ വിഷയം നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് അടുത്ത ആഴ്ചയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കലക്ഷനൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ പറയല്ല, അതിവിടെ പറയും. അപ്പം അങ്ങനെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ നാഥ, ആരോഗ്യം നൽകണേ തമ്പുരാനെ, മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാൻ. ഈമാനും തഖ്വയും ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ച് ജീവിക്കാൻ, മുഅ്മിനീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബയായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ നാഥ, മർഹമത്ത് നൽകണേ തമ്പുരാനെ.
അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. അവരാണ് ഞങ്ങളുടെ ഭാവി, അവരാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി ഞങ്ങളുടെ മക്കളെ മാറ്റിത്തരണേ തമ്പുരാനെ. രണ്ട് ലോകത്തും നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിൻ്റെ കരുതലും കാവലും ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകണേ തമ്പുരാനെ. മനുഷ്യനെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أقم الصلاة.